ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പം നമുക്കെല്ലാവർക്കും തന്നെ അറിയാം, ലോകം മൊത്തം COVID-19 ഭീഷണിയിലാണ്. നമ്മുടെ നാട്ടിൽ അത് അധികം ഇല്ലാതിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ കുറച്ച് പേരുടെ അശ്രദ്ധ കാരണം ഇപ്പോൾ കേരളത്തിലായിട്ടുണ്ട്. ഗവൺമെൻറ് അതിന് ഫലപ്രദമായ ചികിത്സയൊക്കെ നൽകുന്നുണ്ട്. പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം. പുറത്തൊക്കെ പോകുമ്പോഴത്തേക്ക് മാസ്ക് ധരിക്കുക, കൈയൊക്കെ നന്നായിട്ട് കഴുകുക. പിന്നെ നമ്മളിൽ തന്നെ ആർക്കെങ്കിലും ഇങ്ങനെ അസുഖമൊക്കെ വരികയാണെങ്കിൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിക്കാൻ മടിക്കരുത്. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് വളരെ സിമ്പിളായിട്ടൊരു റെസിപ്പി ആയിട്ടാണ്. ഒരു കൊഴുക്കുട്ടയാണ്, ഫില്ലിംഗ് ഒന്നും ഇല്ലാതെ ഉണ്ടാക്കുന്നൊരു ഉപ്പ് കൊഴുക്കുട്ടയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. നമുക്കിത് ഏതുതരം കറിയുടെ കൂടെ വേണമെങ്കിലും കഴിക്കാവുന്നതാണ്. പക്ഷെ ഞാനിതൊരു മുളക് ചമ്മന്തി കൂട്ടിയാണ് കഴിക്കുന്നത്. അപ്പോൾ ആ മുളക് ചമ്മന്തിയുടെ റെസിപ്പി ഞാൻ ഇതിൻ്റെ കൂടെ കാണിക്കുന്നുണ്ട്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ കൊഴുക്കട്ട ഉണ്ടാക്കാൻ തുടങ്ങാം. കൊഴുക്കട്ട ഉണ്ടാക്കാൻ ഞാൻ എടുത്തിരിക്കുന്നത് 1 കപ്പ് അരിപ്പൊടിയാണ്. അതൊട്ടും തരിയില്ലാത്ത നമുക്ക് പാക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടുന്ന ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ആദ്യം പൊടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് പാകത്തിനുള്ള ഉപ്പുപൊടി ചേർത്ത് കൊടുക്കാം. ഉപ്പുപൊടി ചേർത്തതിന് ശേഷം ഒന്ന് സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഈ പൊടി കുഴക്കാൻ ഉപയോഗിക്കുന്നത് തിളച്ച വെള്ളമാണ്. നമ്മൾ സാധാരണ ഇടിയപ്പത്തിനൊക്കെ കുഴക്കുന്ന പോലെയാണ് ഇതും കുഴച്ചെടുക്കുന്നത്. ഇനി പൊടിയിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. ചൂടുവെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ച് സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ ആദ്യം ഇവിടെ 1 കപ്പ് ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. മൊത്തം 1/4 കപ്പ് വെള്ളമാണ് ഞാൻ ഇതിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. പൊടി ഇത്തിരി ലൂസായിട്ട് ഇരുന്നാൽ മാത്രമേ കൊഴുക്കട്ട ഉണ്ടാക്കി വരുമ്പോഴത്തേക്ക് അത് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുകയുള്ളൂ. വെള്ളം ചേർത്തതിന് ശേഷം സ്പൂൺ കൊണ്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു 2-3 മിനിറ്റ് മാറ്റി വെക്കാം. ഇപ്പോൾ പൊടിയുടെ ചൂടെല്ലാം കുറച്ച് കുറഞ്ഞു വന്നിട്ടുണ്ട്. നമുക്ക് കൈ കൊണ്ട് കുഴക്കാനുള്ള പാകമായിട്ടുണ്ട്. ഇനി ഇത് കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങാപ്പീരയും കൂടി ചേർത്ത് കൊടുക്കണം. തേങ്ങാപ്പീരയും കൂടി ചേർത്തിട്ട് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇപ്പോൾ പൊടി കാണുന്ന പോലെ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. കൈ വേണമെങ്കിൽ കുറച്ച് വെള്ളത്തിൽ മുക്കിയതിന് ശേഷം ഇനി ഇതിൽ നിന്ന് കുറേശ്ശെ മാവ് കയ്യിൽ വെച്ച് ഉരുട്ടി ഇതുപോലെ ചെറിയ ഉണ്ടകളായിട്ട് ഉരുട്ടിയെടുക്കാം. തീരെ ചെറിയ ഉണ്ടയല്ല, ഇതുപോലെ ഒരു മീഡിയം സൈസിലുള്ള ഉണ്ടകളായിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം. എല്ലാ മാവ് കൊണ്ട് നമുക്ക് ഇതുപോലെ തന്നെ ഉരുട്ടിയെടുക്കാം. ഇപ്പോൾ എല്ലാ മാവ് കൊണ്ട് ഞാനിവിടെ കൊഴുക്കട്ട ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ അളവിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 9 സൈസിലുള്ള ഉണ്ട ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി കൊഴുക്കട്ടയെല്ലാം ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ സ്റ്റീമറിൽ വെള്ളം വെച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി സ്റ്റീമറിൻ്റെ മുകളിലേക്ക് ഉരുട്ടി വെച്ചിരിക്കുന്ന ഉണ്ടകൾ വെച്ച് കൊടുക്കാം. ഈ സ്റ്റീമർ മൂടി ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. സ്റ്റീമർ മൂടി നന്നായിട്ട് ആവി വന്നതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചൊരു 10 മിനിറ്റ് കുക്ക് ചെയ്യാം. കൊഴുക്കുട്ട ഏതുതരം കറി കൂട്ടി വേണമെങ്കിലും നമുക്ക് കഴിക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇതിൽ ഈ മാവിൻ്റെ കൂടെ കുറച്ച് പഞ്ചസാര ഇട്ട് കുഴച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മധുരമുള്ള കൊഴുക്കട്ടയാണെങ്കിൽ അങ്ങനെ വേണമെങ്കിലും കഴിക്കാവുന്നതാണ്. ഞാനിവിടെ മുളകും ഉള്ളിയും കൂടി ചതച്ചൊരു ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ നോൺ സ്റ്റിക്ക് പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു 6 ഉണക്കമുളക് ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. മുളക് ചേർത്തതിന് ശേഷം സ്റ്റവ് ലോ ഫ്ലെയിമിൽ വെച്ച് വേണം വഴറ്റിയെടുക്കാനായിട്ട്. അല്ലെങ്കിൽ മുളകിന് പുറമൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളിയും കൂടെ നമുക്ക് ഇട്ട് മൂപ്പിച്ചെടുക്കണം. ചെറിയ ഉള്ളി ഒരു 8 തൊട്ട് 10 എണ്ണം വരെ നമുക്ക് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. മുളകെല്ലാം ഒന്ന് മൂത്ത് ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിടാം. കൊഴുക്കട്ട കുക്ക് ചെയ്യാൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കാം. തുറക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം, ആ ചൂടാവി കയ്യിലടിക്കാതെ. നമുക്കൊന്ന് തൊട്ട് നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ട്. ഈ റെഡിയായ കൊഴുക്കട്ട നമുക്കൊരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. എണ്ണയിൽ വഴറ്റി വെച്ചിരിക്കുന്ന ഉള്ളിയും മുളകിൻ്റെ ചൂട് കുറച്ച് കുറഞ്ഞു വന്നിട്ടുണ്ട്. ഇത് നമ്മൾ മിക്സിയുടെ ഒരു ചെറിയ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുപൊടിയും കൂടി ചേർത്തതിന് ശേഷം ഇതൊന്ന് തരിതരിപ്പായിട്ടൊന്ന് അരച്ചെടുക്കണം.
നല്ല ഫൈനായിട്ട് അരയണ്ട, ചെറിയ തരിതരിപ്പായിട്ട് അരച്ചെടുത്താൽ മതി. ചമ്മന്തി കാണുന്ന ഒരു തരിതരിപ്പായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ചെറിയ ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ചമ്മന്തി കാണുമ്പോൾ തന്നെ നമ്മുടെ വായിൽ വെള്ളം വന്ന് നിറയും. ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പെല്ലാം ചേർത്ത് കൊടുക്കണം. രുചികരമായ മുളക് ചമ്മന്തിയും കൊഴുക്കുട്ടയും റെഡിയായി കഴിഞ്ഞാൽ നമുക്ക് ചമ്മന്തി അല്ലെങ്കിൽ തന്നെ ഏത് കറിയുടെ കൂടെ കൂട്ടി വേണമെങ്കിലും കഴിക്കാവുന്നതാണ്. മീൻ കറിയുടെ കൂടെയോ ബീഫ് കറിയുടെ കൂടെയോ ചിക്കൻ കറിയുടെ കൂടെയോ ഒക്കെ നല്ല കോമ്പിനേഷനാണ്. നമുക്ക് എന്നിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. നല്ല സോഫ്റ്റ് കൊഴുക്കുട്ടയാണ്. നല്ല രുചികരമായ ചമ്മന്തിയുമാണിത്. സ്റ്റീം ചെയ്തെടുക്കുന്നതുകൊണ്ട് നല്ല ഹെൽത്തിയുമാണ്. കുട്ടികൾക്കൊക്കെ കൊടുക്കാനും നമ്മൾക്കാണെങ്കിലും കഴിക്കാൻ വളരെ നല്ലതാണ്. വീണ്ടും ഇതുപോലെ നല്ല ഈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.